കുറച്ച് കാലത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അക്രമം നേരിടേണ്ടി വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് ആര്യ. അതിനെങ്ങനെയാണ് നേരിട്ടത്? അത് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടോ? വിഷമം? അല്ല, അതിൽ സങ്കടം എന്നുള്ളതല്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ ഒരു പ്രവണതയാണ്. അത് ആര്യ രാജേന്ദ്രൻ എന്നുള്ള വ്യക്തിയല്ല, നാളെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാളാണ് അങ്ങനെ അതിൻ്റെ ഭാഗമാകുന്നത് എങ്കിൽ പോലും നമ്മളതിൽ ഒരു ശ്രദ്ധ നമ്മൾ സമൂഹം കൊടുക്കേണ്ടത് തന്നെയാണ്. എനിക്ക് വ്യക്തിപരമായ ഇത്തരം അറ്റാക്കുകൾ നേരിടേണ്ടി വന്നപ്പോൾ അതിൽ വിഷമം എന്നുള്ളതല്ല, പക്ഷേ സമൂഹം തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഒരു വ്യക്തി ഒരു മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനം നടത്തുന്നത് ശരിയല്ല. നമ്മളെല്ലാം മനുഷ്യന്മാരാണല്ലോ. എനിക്ക് അങ്ങയോട് തോന്നേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന മറ്റൊരാളോട് തോന്നേണ്ടത്, എന്നെപ്പോലെ ഒരു മനുഷ്യനാണത്. മാനുഷികമായ മൂല്യങ്ങൾക്ക് വില കൊടുക്കണം എന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലെൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ പലപ്പോഴും അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ സൗഹൃദങ്ങളെ പലപ്പോഴും അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഒരു തടസ്സമേ ആയിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരിക്കലും അതിനെ ചിന്തിച്ചിട്ടുമില്ല. ഇനിയും അറ്റാക്ക് ചെയ്തോളൂ, ഞാനത് അങ്ങനെ തന്നെ നേരിടും. നിങ്ങളിനിയിപ്പോൾ എന്ത് തരത്തിൽ അത്തരത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്താലും, പിന്നെ ഞാൻ കുറേ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിയമപരമായി കൊടുക്കണമെന്ന് തീരുമാനിച്ച് തന്നെ കൊടുത്തതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നാളെ സമൂഹത്തിൽ ഒരു സ്ത്രീയും അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ 5 വർഷം കഴിയുമ്പോൾ പൂർണ്ണ തൃപ്തിയോടുകൂടിയാണോ പടിയിറങ്ങുന്നത്? അല്ല, അത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതിക്ക് അനുസരിച്ച് നമുക്ക് ഒരുപാട് പേരെ സഹായിക്കണം. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഒരു ഭരണസമിതിയുടെ തുടർച്ച എന്ന നിലയിൽ അടുത്ത ഭരണസമിതി അതിൻ്റെ ഇടപെടൽ നടത്തും എന്നുള്ളത് കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരാശങ്ക എനിക്കില്ല.